1 2 3 4 5 6 7 8. തെയ്യമ്പത്തെ നോക്കാട്ടോ. ആദ്യത്തെ തെയ്യം 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 second piece തെയ്യം തെയ്യം സാഹ തെയ്യം തെയ്യം സാഹ തെയ്യം 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 സാഹ തെയ്യം തെയ്യം സാഹ തെയ്യം തെയ്യം സാഹ തെയ്യം 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 സാഹ തെയ്യം നമ്മൾ ഇന്ന് തൃശ്ശൂര് ബ്രഹ്മകുളത്താണ്. നൂപുര നൃത്ത സംഗീത വിദ്യാലയത്തിലാണ്. പ്രിയ ടീച്ചറിന്റെ ഒപ്പമാണ് നമ്മുടെ കുറെ സ്റ്റുഡൻസും ഉണ്ട് അല്ലെ. ടീച്ചറെ സംബന്ധിച്ച് നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാഷനാണ്. ആ ഒരു പാഷനോട് കൂടെ ഒരുപാട് കുട്ടികളെ ഡാൻസ് മാത്രമല്ല പാട്ടും പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. എത്ര വർഷമായി നമ്മള് നൂപുര നൃത്ത സംഗീത വിദ്യാലയം ആരംഭിച്ചിട്ട്? 14 വർഷമായി. നമ്മള് ഓൾറെഡി നമ്മള് വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഡാൻസിനോടുള്ള ഒരു തീവ്രമായിട്ടുള്ളൊരു ഇഷ്ടമാണ്. അങ്ങനെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. 14 വർഷമായി നമ്മള് പഠിപ്പിക്കുന്നുണ്ട്. അതിന് മുൻപും പഠിപ്പിച്ചിരുന്നു. പക്ഷെ സീരിയസ് ആയിട്ട് രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ 14 വർഷം. ടീച്ചറ് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷം? ഞാൻ 5 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങിയതാണ്. അപ്പൊ നമ്മളത് നൃത്തം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലേ. നമ്മള് എപ്പോ തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ വെച്ചപ്പോ മുതല് നമ്മുടെ ഡാൻസ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒപ്പമുള്ളതാണ്. പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാട്ട് ആദ്യം ഡാൻസാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു 10 വയസ്സിന് ശേഷമാണ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടും കൂടിയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി അല്ലേ. നമ്മൾ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും പാട്ടും ഡാൻസും ഒക്കെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നൂപുരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഡാൻസാ പഠിപ്പിക്കുക? നമ്മൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഈ 3 ഐറ്റമാണ് പഠിപ്പിക്കാറുള്ളത്. പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ഇവര് രണ്ടും പഠിക്കുന്ന കുട്ടികളുണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ട്, രണ്ടും പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മള് പല വയസ്സിലുള്ള ആളുകളുണ്ടല്ലോ ഇവിടെ. ഏറ്റവും ചെറിയ ആളെങ്കിലും ഇതാണ്. എത്ര വയസ്സായി മോൾക്ക്? 6 വയസ്സായി. എന്താ പേര്? ആരതി. 6 വയസ്സുള്ള ആള് മുതൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനെ കോമ്പറ്റീഷൻ അങ്ങനെ നമ്മള് എടുത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ അടുത്ത വർഷം തൊട്ട് അങ്ങനെ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം ഇനി മുതൽ കോമ്പറ്റീഷന് പഠിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ 14 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. ഇപ്പോൾ കൂടുതൽ വർഷമായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇവരൊക്കെ സീനിയേഴ്സ് ആണ്. ഏറ്റവും സീനിയർ അക്ഷയ. അപ്പോൾ നമുക്ക് അക്ഷയെ പരിചയപ്പെട്ട് തന്നെ തുടങ്ങാം അല്ലേ. അക്ഷയ എത്ര വർഷമായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 13 വർഷമായി. ഓൾമോസ്റ്റ് നൂപുരയുടെ അത്ര തന്നെ പ്രായമുണ്ട് അക്ഷയ്ക്ക്. ഇവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അക്ഷയ എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേ? CMA പഠിക്കുകയാണ് അല്ലേ. ഡാൻസ് പാഷനാണ്. അപ്പൊ നമ്മൾ പഠനത്തോടൊപ്പം നമ്മൾ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞ സിൻഡ്രല്ല. ആഹാ, നമ്മൾ കഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ സിൻഡ്രല്ല. സിൻഡ്രല്ല എന്താ ചെയ്യണേ? +2 പഠിക്കുകയാണ്. ഇവിടെ എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷമായിട്ടുണ്ട് അല്ലേ. ആഹാ, അപ്പോ 2ാം ക്ലാസ്സിലോ മറ്റോ തുടങ്ങിയിട്ടുണ്ടാവും ഡാൻസ്. അടിപൊളി. പേരെന്താ? ആർദ്ര. ആർദ്ര എന്താ ചെയ്യണേ? +1 പഠിക്കുന്നു. എവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 9 വർഷം. എല്ലാരും സീരിയസ് ആണ്. പാർവതി. പാർവതി എന്താ ചെയ്യണേ ഇപ്പോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ 4 വർഷമായി. ഓക്കെ, വെരി ഗുഡ്. മോളുടെ പേരെന്താ? ശിവന്യ. ശിവന്യ ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് സിയിലാണ്. ഇവിടെ കുറെ വർഷമായോ പഠിക്കാൻ തുടങ്ങിയിട്ട്? എപ്പോഴാ ഇവിടെ ചേർന്ന ഓർമ്മയുണ്ടോ? ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? കുറച്ച് ദിവസമായി. കഴിഞ്ഞ വിദ്യാരംഭത്തിന് നമ്മൾ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണല്ലേ. എന്താ പേര്?
നികിത ഏത് ക്ലാസ്സിലാ? 3B. 3Bയിലാണ്. പേര് നമ്മൾ പറഞ്ഞു, 6 വയസ്സായെന്ന് പറഞ്ഞു. അപ്പൊ 1ാം ക്ലാസ്സിലാണോ? ഡാൻസ് ഇഷ്ടാണോ? ഇഷ്ടാണോ ഡാൻസ് കളിക്കാൻ? മടി തോന്നാറുണ്ടോ ഡാൻസിന്? ഇവിടെ നമ്മൾ ഡാൻസ് പഠിക്കാൻ വരുന്ന സമയത്ത് മടി തോന്നാറുണ്ടോ? അമ്മോട് പറയും എനിക്കിന്ന് പോണ്ടെന്നൊക്കെ പറയാറുണ്ടോ? ഇല്ല, ഇഷ്ടാണല്ലേ? വെരി ഗുഡ്. നീ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ മോളുടെ പേരെന്താ? ലക്ഷ്മി. ലക്ഷ്മി ഏത് ക്ലാസ്സിലാ? 3ലാണ്. ഇഷ്ടാണോ ഡാൻസ്? അത് ആ ഒരു സന്തോഷം പറയുന്ന സമയത്ത് തന്നെ ഉണ്ട്, ഡാൻസിനോടുള്ളൊരു ഇഷ്ടം കാണാനുണ്ട്. എക്വിലിൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 3B. ഇഷ്ടാണോ ഡാൻസ്? മോളുടെ പേര്? പാർവതി ഏത് ക്ലാസ്സിലാ? 2Aയിലാണ്. ഡാൻസ് ഇഷ്ടമാണല്ലേ? ഡാൻസിൽ ഏത് ടൈപ്പ് ഡാൻസ് ഇഷ്ടം? ഭരതനാട്യമാണോ, മോഹിനിയാട്ടമാണോ, കുച്ചിപ്പുടിയാണോ, അതോ ഫോക്ക് ഡാൻസ്? പിന്നെന്താ? പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മൾ അടിച്ചു പൊളിച്ച് ഡാൻസ് ഉണ്ടാവും. ഏത് ഡാൻസാണ് ഇഷ്ടം? ഭരതനാട്യം. ഇഷ്ടമാണോ ഡാൻസ്? ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? 1 വർഷമുണ്ട്. ആയിട്ടല്ലേ? പേര് ശ്രീരുദ്ര. ഏത് ക്ലാസ്സിലാ? 3Aയിൽ പഠിക്കുന്ന ശ്രീരുദ്ര. എത്ര നാളായി ക്ലാസ്സിൽ ഇവിടെ ഡാൻസ് പഠിക്കാൻ വന്നിട്ട്? 4 വർഷമായിട്ടുണ്ടല്ലേ? ഓക്കെ. ഇഷ്ടമാണോ ഡാൻസ്? ഇഷ്ടമാണ്. അപ്പുറത്തെ ആളുടെ പേരെന്താ? അഞ്ജുഷ ഏത് ക്ലാസ്സിലാ? പ്ലസ് ടുവിലാണ്. കുറെ കാലമായി ഇവിടെ? 10 വർഷമായി. സീനിയേഴ്സ് കുറേ പേരുണ്ടല്ലേ നമുക്ക്. ശ്രീലക്ഷ്മി എന്താ ചെയ്യണേ? ഡിഗ്രിയാണ്. ഇവിടെ എത്ര നാളായിട്ടുണ്ട്? 9 വർഷമായിട്ടുണ്ട്. ആയിട്ടുണ്ട് അല്ലേ? ഡാൻസിൽ ഭരതനാട്യം തന്നെയാണോ ഇഷ്ടം? എല്ലാം ചെയ്യാറുണ്ടല്ലേ? ഓക്കെ. എൻ്റെ പേര് ശില്പ. ഞാൻ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വിദ്യാരംഭത്തിനായിരുന്നു. മുൻപ് വേറെ ഇവിടെ പഠിക്കാറുണ്ടോ? ഇല്ല. ഇപ്പോ തുടങ്ങിയതാണ് ഡാൻസ്. അപ്പോൾ നമുക്ക് ഡാൻസിനോട് ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ടാവും. ഇപ്പോഴാണ് സാഹചര്യമൊക്കെ ഒത്തു വന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഡാൻസ് പഠിക്കാൻ വരുമ്പോ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ? നമുക്ക് ഇത്രയും നാളെ ആഗ്രഹം ഉണ്ടായിട്ട് ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം ഉണ്ടായത്. വന്നത് അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പഠിക്കണം. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിരുന്നോ? ഇല്ല. പിന്നെ ടീച്ചർ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായി പെർഫെക്റ്റ് ആക്കിയാൽ മതി. സന്തോഷം ഇങ്ങോട്ട് വരാനായിട്ട്. എവിടെയാ വർക്ക് ചെയ്യണേ? സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ, ചിറ്റാട്ടുകര. ഏത് സബ്ജക്ട്? ഇംഗ്ലീഷ് തന്നെ ആണല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ സ്കൂളില് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ ടീച്ചേഴ്സിന്റെ മത്സരങ്ങളൊക്കെ വരുമ്പോ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടെ കുറെ പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. പേരെന്താ? ഗൗരി. എന്താ ചെയ്യണേ? ഞാൻ BCA സെക്കൻഡ് ഇയർ ആണ്. ഇവിടെ കുറെ വർഷമായി? ഇവിടെ 10 വർഷം ഉണ്ടാവും. എങ്ങനെയുണ്ട് നമ്മുടെ നൃത്ത വിദ്യാലയം? ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഓപ്പൺ ആയിട്ട് പറയാം, ഈ ടീച്ചറെ അടുത്ത് ഫുൾ കംഫർട്ടാണ് നമുക്ക്. അപ്പോൾ ഇവിടേക്ക് എപ്പോഴും നമ്മൾ വന്നില്ലെങ്കിൽ പോലും വരാൻ തോന്നും. അത്രയും ഇൻട്രസ്റ്റ് ആണ്. ക്ലാസ് ഇല്ലെങ്കിലും വരാൻ തോന്നും. അത്രയും ഇൻട്രസ്റ്റ് ആണ്. പീസ്ഫുൾ ആണല്ലോ നമുക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ കൊണ്ടുവന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഡാൻസ് ചെയ്യാന്നുള്ളത്. അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. എങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ പൊതുവെ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷനൊക്കെ മാറുന്ന ഫുൾ റിലീഫാണ്. എല്ലാം മറക്കും. എല്ലാം മറന്ന് നമ്മൾ ഡാൻസിൽ അങ്ങനെ അലിഞ്ഞു ചേരും അല്ലേ? അപ്പൊ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഭയങ്കര ഡാൻസിനെ ഒരുപാട് ടീച്ചർ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് നമ്മുടെ സ്റ്റുഡൻസ് അല്ലേ? അവർ പറയുമ്പോൾ തന്നെ ആ ഒരു ടീച്ചറുമായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ടീച്ചർക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ ഇത്രയും ഫ്രണ്ട്ലി ആവുന്ന സമയത്ത്? പഠിപ്പിച്ച അങ്ങനെ വല്ല ചില സമയത്ത് കുറച്ചും കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയാലോ എന്ന് വിചാരിക്കും ചില സമയത്ത്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. എൻജോയ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്, പ്രത്യേകിച്ച് പാരൻസിൻ്റെ ഒക്കെ. കാരണം ഞാൻ വർക്ക് ചെയ്യണ കാരണം എൻ്റെ സമയത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുട്ടികളും വരും, പാരൻസും വരും. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന പാരൻസും കൂടെ ആവുമ്പോൾ അങ്ങനെ നല്ല രസമായിട്ട് പോയിട്ട്. പിന്നെ പ്രിയ ടീച്ചറെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ക്യാമ്പസ് മൂവിയിലെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. കേരളമേലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? ആ ഒരു അതെങ്ങനെയായിരുന്നു അന്നൊക്കെ എന്ന് പറയുമ്പോൾ? കുറച്ച് എന്താ പറയുക, ഫസ്റ്റ് ക്യാമ്പസ് മൂവി എന്നൊക്കെ പറയുമ്പോൾ സ്പെഷ്യലാണ്. അന്ന് എങ്ങനെ ആ ഒരു ഇതിലെത്തി? അതായത് ഫിലിം ക്ലബ്ബ് അന്ന് സ്റ്റാർട്ട് ചെയ്ത വർഷമാണ്. VG തമ്പി മാഷൊക്കെ ആയിരുന്നു.
അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മളെ താല്പര്യമുള്ള പാട്ടും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട്. അതെ താല്പര്യമുള്ള കുട്ടികളെ ഈ പറഞ്ഞ പോലെ ഓഡീഷൻ പോലെ വിളിച്ചിരുന്നു. അപ്പം ഞാനും പോയി. അപ്പം അങ്ങനെ സെലക്ഷൻ കിട്ടി. അപ്പം അങ്ങനെ അഭിനയിച്ചതാണ് ആദ്യത്തെ ഒരു. അതിൽ നമുക്കിങ്ങനെ അഭിനയിക്കാൻ പറ്റിയതിൽ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി. അതെ. അപ്പോൾ ഇനി പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടും നമ്മൾ 10 വയസ്സിന് ശേഷം പഠിച്ചു തുടങ്ങിയതാണ്. ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുന്നത് ഞാൻ കൊല്ലം GS ബാലമുരളി മാസ്റ്റർ അടുത്താണ് പോണത്. അതിന് മുമ്പ് കുറേ ടീച്ചേഴ്സിൻ്റെയും മാസ്റ്റർമാരുടെ അടുത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ സമയത്തിന്റെയാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. നമ്മള് വർക്ക് ചെയ്യുന്നുണ്ട്, ഡാൻസ് പാട്ട് ഇതൊക്കെ നമ്മളും പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് ആയാലും അതെ മാഷന്മാരായാലും ശരി, നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പാഷൻ കണ്ടിട്ട് എനിക്കിപ്പം ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ടൈമൊക്കെ നമ്മളെ മനസ്സിലാക്കുന്ന ടീച്ചേഴ്സിനെ എനിക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എന്തായാലും ടീച്ചറുടെ ഒരു പാട്ട് കൂടെ കേട്ടാലോ നമുക്ക്? നമ്മുടെ കുട്ടികളും കൂടെ ചേർന്നുള്ള എല്ലാരും ചേർന്നൊരു പാട്ട് ആയാലോ? കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. രാജീവലോചനൻ എൻ്റെ കണ്ണൻ, അമ്പാടി പൂനിലാവിൻ്റെ കണ്ണൻ, മണിമുരളികയോതി എൻ്റെ മുന്നിൽ വന്നു നീ, പുൽകി നിന്നു നീ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. നന്നായിട്ട് പാടി അല്ലേ? നമ്മള് പാട്ട് പഠിക്കുന്ന ഗുരുക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞു. ഡാൻസും 5 വയസ്സ് മുതൽ തുടങ്ങിയതാണ് അല്ലേ? ഡാൻസ് പഠിക്കുന്ന ഗുരുക്കന്മാരൊക്കെ? അപ്പൊ ആദ്യം ഞാൻ ഡാൻസ് പഠിച്ചത് ഊർമിള ഉണ്ണി ടീച്ചറുടെ അടുത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഊർമിള ടീച്ചർ തൃശ്ശൂരായിരുന്നു ആ സമയത്ത്. പിന്നെ എറണാകുളത്തേക്ക് ആൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ശ്രീകല അരുൺ കിഷോർ എന്ന് പറഞ്ഞ ടീച്ചറെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നടരാജ് നൃത്ത കലാമന്ദിരുണ്ട് പൂങ്കുന്നത്ത്, അവിടെ രാജലക്ഷ്മി സുരേന്ദ്രൻ രാജ ടീച്ചറെ അടുത്താണ് പഠിച്ചത്. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ ടീച്ചറുടെ അടുത്തും പിന്നെ കലാമണ്ഡലം നിമിഷ നീരജ് ടീച്ചറുടെ അടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആകെ തിരക്കാണ്. ടീച്ചറെ പറ്റി പറയാച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ തെറ്റുകളുണ്ടെങ്കിലും അത് പ്രാക്ടീസ് ചെയ്ത് തിരുത്താൻ ഈ പറഞ്ഞ പോലെ ഫുൾ സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഓരോ പ്രോഗ്രാം വരുമ്പോഴായാലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വെച്ചാൽ സപ്പോർട്ടീവ് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 വർഷമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. നമുക്ക് ഇങ്ങനെ എന്താ പറയാ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ടീച്ചറാണല്ലേ? അതെ, അതിന്റെ ഒരു കംഫർട്ട് ചില ഇഷ്ടമല്ലാണ്ട് വീട്ടുകാരുടെ നിർബന്ധത്തിൽ വന്ന് പഠിക്കാൻ വന്നതാ. പക്ഷെ ഇപ്പോഴും ഇത് തുടങ്ങുവാണെങ്കിൽ ടീച്ചർ ഭയങ്കര ടീച്ചറോടുള്ള ഇഷ്ടം. മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ് എപ്പോഴും നമുക്ക് വേണ്ടി നമ്മളെങ്ങനെയാണ് പഠിക്കേണ്ട രീതി അനുസരിച്ച് മിസ് പഠിപ്പിക്കും. നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ തെറ്റിയാലും മിസ് തിരുത്തി പറഞ്ഞു തന്ന് ഓരോന്ന് രീതിക്ക് ഭയങ്കര ഫ്രണ്ട്ലിയായിട്ട് കംഫർട്ടാക്കും നമ്മളെ. അങ്ങനെയാണ് മിസ് പഠിപ്പിക്കുക. പിന്നെ നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് വന്നില്ലെങ്കിലും നമ്മൾ എഫേർട്ട് എടുത്ത് വീണ്ടും പഠിപ്പിച്ച് റെഡിയാക്കി എടുക്കും മിസ്. അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ട്, എപ്പോഴും കൂടെ നിന്ന് എപ്പോഴും പഠിപ്പിക്കും മിസ്. അങ്ങനെ ഒരുപാട് സ്നേഹവും മിസ് പഠിപ്പിക്കും ഇവിടെ. ടീച്ചറെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനിതിന് മുമ്പും കുറേ സ്ഥലത്ത് പഠിച്ചിട്ടാണ് അവിടെ വന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒന്നും ഇല്ലാത്ത ഭയങ്കര ഒരു ഫ്രീഡം, അതേപോലെ ഇവിടെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് പോകാൻ മടിയായിരുന്നു പ്രാക്ടീസിന് പോയി. ഇവിടെ ആകുമ്പോൾ എനിക്കിഷ്ടമാണ്. പിന്നെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വരും. എക്സാം ഉള്ള സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലായ്പ്പോഴും ഞാൻ വരാറുണ്ട്. പിന്നെ ടീച്ചർ അങ്ങനെ പറയില്ല. അപ്പോൾ ഞാനിപ്പോൾ കുച്ചിപ്പുടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ ഭയങ്കര നല്ലതായിട്ട് നമുക്ക് പഠിപ്പിച്ച് നമ്മൾ തെറ്റിയാലും അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസിൻ്റെ സമയത്താണെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചർ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ്. നല്ല ടീച്ചറാണ്.
തത്ത തെയ്യും താഹ തെയ്യും തത്ത താഹ തെയ്യും തത്ത തെയ്യും തെയ്യും നോട്ടം വരട്ടെ ഹ തെയ്യും 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 താഹ തെയ്യും തെയ്യും സെക്കൻഡ് സ്പീഡ് തെയ്യും തെയ്യും താഹ തെയ്യും തെയ്യും താഹ തെയ്യും തെയ്യും താഹ തെയ്യും third speed തെയ്യും താഹ തെയ്യും തെയ്യും താഹ. ഇവിടെ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുടെ പാരന്റ്സ് ഇവിടെ ഉണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം അല്ലേ. പേരെന്താ? വിനീത്. മോള് ഇപ്പോൾ ഒരു 10 years ആയി. 10 വർഷമായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അമ്മയ്ക്ക് ഡാൻസ് ഇഷ്ടമാണോ? എനിക്ക് നല്ല ഇഷ്ടമാണ്. അമ്മയും പഠിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിലൊക്കെ? പഠിച്ചിട്ടില്ല, അതിന്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പഠിക്കാൻ പറ്റാത്തത് മോളിലൂടെ സഹായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എന്താ പേര്? മോള് എത്ര വർഷമായിട്ടുണ്ട്? 3 വർഷം. ഈ പറഞ്ഞതുപോലെ അമ്മയും ഡാൻസ് ഇഷ്ടപ്പെട്ട് അങ്ങനെ മോളെ അമ്മ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. മോളുടെ ചേച്ചിയാണോ അനിയത്തിയാണോ ആരാ ഉള്ള ഇവിടെ? ഫ്രണ്ടാണ് അല്ലേ. അപ്പൊ ഫ്രണ്ട് ഡാൻസ് കളിക്കുന്ന കാണാൻ വന്നതാ. മോളുടെ പേരെന്താ? ഇസക്ക് ഡാൻസ് കളിക്കാൻ തോന്നാറുണ്ടോ അത് കാണുമ്പോ? ഇസ ഡാൻസ് പഠിക്കുന്നുണ്ടോ നീ? ഇല്ല. ഓക്കെ. പേരെന്താ? ഇവിടെ മകളുടെ കുട്ടി പഠിക്കും. എങ്ങനെയാ ഡാൻസിന് ഭയങ്കര ഇഷ്ടമാണോ? കണ്ടിരിക്കാനൊക്കെ ഇഷ്ടമാണോ? പേരെന്താ? ഡാൻസ് മോള് കുറെ വർഷമായി ഉണ്ടല്ലേ. അപ്പൊ അമ്മയ്ക്കും ഇഷ്ടമാണോ? എനിക്കും ഇഷ്ടമായിരുന്നു ഡാൻസ്. മോളെ പഠിപ്പിക്കും. ഇവിടെ ആരാ? ചേച്ചിയാ? ചേച്ചിയുടെ ഡാൻസ് കാണാൻ വന്നിരിക്കുകയാണല്ലേ. ഇഷ്ടമാണോ ഡാൻസ് ഒക്കെ കാണാൻ? ക്ലാസിക്കൽ ഡാൻസ് ആണോ ഇഷ്ടം അതോ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡാൻസ് ആണോ ഇഷ്ടം? വേറെ ടൈപ്പ് അല്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് കാണുകയാണ് ക്ലാസിക്കൽ ഡാൻസ്. പേരെന്താ? ലിൻസി. മോള് 4 വർഷമായി പഠിക്കണു. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷെ അരങ്ങേറാൻ പറ്റിയില്ല. അതിന്റെ ഒരു കോട്ടം. അന്ന് അരങ്ങേറാൻ പറ്റാത്തതിന്റെ വിഷമം നമ്മള് മോളെ പഠിപ്പിച്ചുകൊണ്ട് തീർക്കുകയാണല്ലേ. അവൾക്കും താല്പര്യമുണ്ട്. അപ്പൊ ഇനി റീസ്റ്റാർട്ട് ചെയ്യണം തോന്നിയിട്ടുണ്ടോ? അരങ്ങേറ്റം ഇനി ആവാലോ, വയസ്സ് പ്രശ്നമല്ല. നമ്മള് വീട്ടിലെ സാഹചര്യം നോക്കിയിട്ട് മോളിലൂടെ സന്തോഷിച്ചോണ്ടിരിക്കുകയാണല്ലേ ഇപ്പൊ. ഓക്കെ. പേര്? നീനു. മക്കള് 4 വർഷമായിട്ട് രണ്ടുപേരും പഠിക്കുന്നുണ്ട്. 4 വർഷമായിട്ട് പഠിക്കുന്നു. രണ്ടുപേരും 4 വർഷമായിട്ടുണ്ട്. എങ്ങനെയാ അമ്മയ്ക്ക് ഡാൻസ് ഇഷ്ടമാണ്? കളിക്കാറുണ്ടോ? ഇല്ലില്ല, പഠിച്ചിട്ടൊന്നുമില്ല. അവർ രണ്ടുപേരും അങ്ങനെ ഇഷ്ടത്തോടു കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. നമ്മള് ഇവിടെ നമ്മുടെ ഈ ഒരു ഡാൻസ് സ്കൂളിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികൾക്ക് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല കോച്ചിങ് ആണ്. പിന്നെ നമുക്ക് ടീച്ചറും നമ്മളോട് വളരെ സപ്പോർട്ടാണ്. നമ്മുടെ ടൈമിംഗ് എല്ലാം ടീച്ചർ വളരെ ആക്യുറേറ്റ് ആയിട്ട്, ടീച്ചർക്ക് അതൊരു പാഷനായ കാരണം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങൾക്കും അതുപോലെ തന്നെ. ഈ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ എല്ലാവരും ഈ ഡാൻസിനോടുള്ള പാഷനുള്ള ആളുകളായതുകൊണ്ട് അങ്ങനെ നല്ല രസമായിട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ എന്നും ഇവിടെ ഇങ്ങനെ അവര് ഡാൻസ് ക്ലാസ്സിന്റെ സമയത്ത് ഇവിടെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ഇത് കണ്ടിങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല അല്ലെ. ബോറടി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ. വീട് ഈ ഒരു ഏരിയ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. ഓക്കെ. നോട്ടം തെയ്യും താഹ തെയ്യും തെയ്യും താഹ തെയ്യും തെയ്. അവിടെ നിൽക്കൂ, നോക്കട്ടെ. കൈ മുട്ടട്ടെ, കാലിൻ്റെ അവിടെ മുട്ടട്ടെ കയ്യ്. യും തെയ്യും താഹ. നീ ലെഫ്റ്റ് തെയ്. നിൽക്കൂട്ടോ, അവിടെ നിൽക്കൂ. കൈ എങ്ങടെ പോകുന്നുണ്ട്. യും തെയ് യും താഹ
നൃത്തവും സംഗീതവും എല്ലാം ഒരു പാഷനായിട്ട് കാണുന്ന നൂപുര നൃത്ത വിദ്യാലയത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇവിടുത്തെ പ്രിയ ടീച്ചറെയും ഇവിടുത്തെ കുറേ കുട്ടികളെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ബ്രഹ്മകുളത്താണ് ലൊക്കേഷൻ വരുന്നത്. നൂപുര നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഡാൻസ്, പാട്ട് ഒക്കെ പാഷൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരാം. കാരണം മറ്റു പല പല കാര്യങ്ങൾക്കിടയിലും നൃത്തത്തിനും സംഗീതത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീച്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുത്തെ കുട്ടികളുടെ ആ ഒരു ഡാൻസ് പഠിക്കാനായിട്ട് അവർക്ക് വരണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹമൊക്കെ നമ്മൾ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടതാണല്ലേ. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഡാൻസ് പഠിക്കാൻ, ഡാൻസ് ക്ലാസ്സിന് പോകാനൊക്കെ പലർക്കും മടിയാണ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാവർക്കും ക്ലാസ്സിന് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ, ഈ ഒരു ടീച്ചറുടെ നല്ലൊരു എന്താ പറയുക, ഇവരോടുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ ഡാൻസിനോടുള്ള പാഷനും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റു വിശേഷങ്ങളായിട്ട് കാണാം.